ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടിട്ടില്ലേ, എത്ര നമ്മൾ ചികിത്സിച്ചാലും നമ്മൾ ഒരു ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും നമുക്കത് എത്ര പേര് ചികിത്സിച്ചാലും മാറത്തില്ല. പല ആശുപത്രികളിലാണെങ്കിലും പല മരുന്നുകൾ ചെയ്ത് നോക്കിയാലും പല വിധത്തിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ആ ഒരു അസുഖം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുറവ് മാറത്തില്ല. പക്ഷേ ഒരു പ്രത്യേക ആൾക്കാർ അല്ലെങ്കിൽ ഈ ദൈവകരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഈ ചിലർ നമ്മുടെ ദേഹത്തൊന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ ആ ശരീരത്തിലെ എന്ത് അസുഖമാണ് അല്ലെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആ ഒരു പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ രാധാമണിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു, പല ഡോക്ടറിനെ കാണിച്ചു, മരുന്ന് കഴിച്ചു, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും മരുന്നുകളാണെങ്കിലും എല്ലാം ചെയ്തു നോക്കിയിട്ടും രാധാമണിയുടെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. രാധാമണിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു കാര്യവും ഓർമ്മ പോലും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അഭി കണ്ടുപിടിച്ച ആ ഒരു വൈദ്യൻ്റെ അടുത്ത് രാധാമണിയെ കൊണ്ടുപോയി അവിടെ ചികിത്സിക്കുകയാണ്. എന്നാൽ ആ ഒരു ചികിത്സയിൽ രാധാമണിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. രാധാമണി ആദ്യമായിട്ട് തൻ്റെ മകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ തൻ്റെ മകളോട് രാധാമണി സംസാരിക്കുന്ന ആ ദിവസം തന്നെയാണ് ജാനകിക്ക് അപകടം സംഭവിക്കുന്നതും ജാനകി മരണത്തോട് മല്ലിടാൻ പോകുന്നതും. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ജാനകിക്ക്. താൻ മറച്ചു വെച്ച തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അഭിയോട് തനിക്ക് പറയാൻ സാധിക്കാതിരുന്നത്. ആ സത്യങ്ങൾ അഭിയോട് ഇപ്പോൾ ജാനകി തുറന്നു പറഞ്ഞു. അഭിക്കും ജാനകിയുടെ അവസ്ഥ മനസ്സിലായി. ഒരിക്കലും ജാനകി മനഃപൂർവ്വം പറയാതിരുന്നതല്ല, തൻ്റെ അച്ഛന് ജാനകി കൊടുത്ത ആ വാക്ക് പാലിക്കുകയായിരുന്നു എന്നും അഭിക്ക് മനസ്സിലായി. എന്നാൽ അപ്പോഴും നകുലിനെ കണ്ട കാര്യവും ഇന്ദ്രജയെ കണ്ട കാര്യമൊക്കെ അഭി പറഞ്ഞപ്പോഴും ഇത് മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് അവർ ലക്ഷ്യം വെച്ച് വന്നത് തന്നെയാണ്. എൻ്റെ അഭിയേട്ടൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇന്ദ്രജയും നകുലനും വന്നതെന്ന് ജാനകി അഭിയോട് പറഞ്ഞു. പക്ഷേ അഭി അതിന് തിരിച്ച് ഒരു മാസം മറുപടി കൊടുത്തു. ജാനകി ശരിയാണ്, അവരെന്നെ വന്ന് കണ്ടതും എല്ലാം ശരിയാണ്, പക്ഷേ അവർക്കറിയത്തില്ല യഥാർത്ഥത്തിൽ അഭി ആരാണെന്ന്, അഭിറാം ആരാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും അവരെന്നെ ഇങ്ങോട്ടല്ല തേടി വരാൻ പോകുന്നത്, ഞാനിനി അവരുടെ ഇടത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ദ്രജയുടെയും നകുലൻ്റെയും അവരുടെ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി അഭിറാം ആരാണെന്നും ജാനകി തൻ്റെ ഭാര്യയാണ് എന്നും അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും ഞാൻ അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും, നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് ജാനകി ചേർത്ത് പിടിച്ച് തൻ്റെ ഭാര്യയ്ക്ക് താങ്ങും തണലുമായിട്ട് അഭി നിൽക്കുകയാണ്. അത് ജാനകിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ്. തിരികെ അവർ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഇതിനിടയിലും ഈ ഒരു കേസും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലും വലിയൊരു കെണിയിൽ അജയ് പെട്ടിട്ടുണ്ട്. അജയ് അത് ചില സമയത്തൊക്കെ മറന്നു പോവുകയാണ്. എന്നാൽ ഇനി അതൊരിക്കലും മറക്കാൻ പാടില്ല, ഇനി ഒരിക്കലും മറക്കരുത്, അത് എപ്പോഴും ഓർമ്മയിൽ വേണം എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിൻ്റെ കോള് അജയ്ക്ക് വന്നത്. ഹണി റോസ് വിളിച്ചു. എന്നിട്ട് മാർവാടിയുടെ കയ്യിൽ നിന്നും നീ വാങ്ങിച്ച 25 കോടി രൂപ ഇപ്പോൾ ആ ഒരു പൈസ ഉണ്ടെന്നും, എന്നാൽ നീ അത് മാർവാടിക്ക് കൊടുക്കുന്നില്ലേ, അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഹണി റോസ് അജയ് വിളിച്ചത്. പക്ഷെ അത് എൻ്റെയും നിൻ്റെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നും അത് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരികെ കൊടുത്ത പ്രശ്നങ്ങൾ തീരത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അജയ് തന്നെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല അജയ്. അത് ഞാനൊരു എഗ്രിമെൻ്റ് നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ എഗ്രിമെൻറ്റിൽ നീ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിൽ എഴുതിയിരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തന്നെ അജയ് പറയുന്നുണ്ട്, ആ ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ ഒപ്പിട്ടത് കൊണ്ട് തന്നെ നിനക്കത് എന്ത് വേണമെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ ഒരു പൈസ എടുത്തത് കൊണ്ട് തന്നെ ബിസിനസ് രീതിയിൽ അത് ചിലവാക്കാനായിട്ടാണ് നീ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ
ആ പൈസ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് അജയോട് പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ 25 കോടി രൂപ ആയതുകൊണ്ട് തന്നെ 3 മാസം കഴിഞ്ഞു അതിൻ്റെ പലിശ പോലും അടയ്ക്കാതെ. അങ്ങനെ 3 മാസത്തെ പലിശ എന്ന് പറയുമ്പോൾ 1000 2000 ഒന്നും അല്ല, ലക്ഷങ്ങളാണ് ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത്. അപ്പോൾ 3 മാസം ആകുമ്പോൾ അത് കോടികൾ വരെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നിനക്ക് 3 ദിവസം സമയം തരാം. ഈ 3 ദിവസത്തിനകത്ത് വെച്ച് അജയ് ഇതിൻ്റെ പലിശ നീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കൊരു വരവ് വരും. ഒന്നെങ്കിൽ നിൻ്റെ പൈസയും കൊണ്ടായിരിക്കും ഞാൻ തിരികെ പോകുന്നത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്നതിന് ശേഷം നിന്നെയും കൊണ്ടായിരിക്കും പോകാൻ പോകുന്നത് എന്ന് അജയോട് ഇപ്പോൾ ഹണി റോസ് വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അജയ് അവിടെ നിന്ന് പോയത്. അജയ് കോൾ കട്ട് ചെയ്തത്. പക്ഷേ അപ്പോഴും അജയുടെ മനസ്സിലൊരു ടെൻഷനുണ്ട്, എങ്ങനെ ഈ പൈസ കൊടുക്കും എന്നുള്ളത്. അജയ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അപർണ വന്ന് അജയോട് സംസാരിക്കുവാണ്. ഈ സമയത്താണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അജയും അപർണയും സംസാരിക്കുന്നത് കണ്ടിട്ട് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് അറിയാനായിട്ട് നിരഞ്ജന മാറി നിന്നു. അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടു. അപർണയോട് അജയ് പറഞ്ഞു, ഇതേപോലെ ഹണി റോസിന് 25 കോടി രൂപയാണ് കൊടുക്കാനുള്ളതെന്നും അത് 3 മാസം കൊണ്ട് പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പലിശയുണ്ട്, ആ പലിശ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് അപർണയോട് അജയ് പറഞ്ഞു. അപ്പോൾ അജയോട് അപർണ പറയുന്നുണ്ട്, അജയ് ഇത് നിസ്സാര കളിയല്ല, നീ വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്, ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ അജയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും എത്രയും പെട്ടെന്ന് പൈസ കൊടുത്തേ മതിയാകൂ, മാത്രമല്ല ഈ കേസിൽ എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല എന്നുകൂടി അപർണയോട് അജയ് പറഞ്ഞു. അതിന് കാരണം തന്നെ നിരഞ്ജന തന്നെയാണ്. നിരഞ്ജനയ്ക്ക് പിന്നിൽ നിരഞ്ജനയ്ക്ക് താങ്ങായിട്ട് അവളുടെ അച്ഛനുണ്ട്. ഉണ്ണിത്താൻ സാറ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിരഞ്ജന എല്ലാ കേസുകളും നല്ലതുപോലെ പഠിച്ച് ഈ കേസ് ജയിക്കാനായിട്ടുള്ള രീതിയിലെല്ലാം അവർ കവർ ചെയ്തുണ്ട്. എനിക്കതിൽ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അപർണയുടെ ചോദ്യം, കെട്ടിച്ചമച്ച കഥയല്ലേ ഇതൊരു കെട്ടിച്ചമച്ച കേസല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ അവർ ജയിക്കും എന്നാണ് അപർണയുടെ ചോദ്യം. പക്ഷേ അവർ ജയിക്കാനാണ് സാധ്യത, അപർണ നീ തോറ്റുപോകും എന്നുള്ള രീതിയിലായിരുന്നു അജയുടെ സംസാരം. അതൊക്കെ കേട്ടപ്പോൾ അപർണയ്ക്കും ടെൻഷൻ കൂടി. അജയ് പേടിക്കേണ്ട, അജയ് എന്തായാലും ഈ കേസിൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഹണി റോസിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അജയെ സമാധാനിപ്പിച്ചു വിട്ടു. നിരഞ്ജൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം അവരാരും അറിഞ്ഞിരുന്നില്ല. നിരഞ്ജൻ ഇതെല്ലാം കേട്ട് താഴേക്ക് പോകുമ്പോൾ ഈ കേസിനെ പറ്റി തന്നെയാണ് അഭിയും ജാനകിയും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നത്. നിരഞ്ജന ഒന്ന് കാര്യം തിരക്കിയപ്പോൾ ഇത് ഒരുപാട്, അതായത് ഒരു കുഴപ്പം പിടിച്ച കേസ് തന്നെയാണ് നിരഞ്ജനെ. വാദിയും പ്രതിയും എല്ലാവരും, വക്കീലന്മാരും എല്ലാവരും ഒരേ വീട്ടിൽ നിന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരു കുഴപ്പം പിടിച്ച കേസാണെന്ന് അഭി പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നിരഞ്ജന അപർണയും അജയും കൂടി സംസാരിച്ചതിനെ പറ്റിയും പിന്നെ ഹണി റോസ് അജയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും അജയ് കൊടുക്കാനുള്ള 25 കോടിയുടെ കണക്കും എല്ലാം നിരഞ്ജന അഭിയോടും ജാനകിയോടും തുറന്നു പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ അവർക്കൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രത്തോളം ഒരു മണ്ടനായി പോയോ അജയ്? ഇത്രയും കോടി രൂപ വാങ്ങിച്ചിട്ട് ഈ വലിയൊരു ചതിയിൽ അജയ് പോയി പെട്ടല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു അവർക്ക്. ഇതിനിടയിലാണ് ഈ കേസ് എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാകൂ, അതുകൊണ്ട് താൻ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഏട്ടത്തി, ഞാൻ അച്ഛനെ ഒപ്പം പോയി നിൽക്കുവാണെന്ന് നിരഞ്ജന പറഞ്ഞത്. പക്ഷെ അപ്പോഴും അവർക്കൊരു പേടിയുണ്ടായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് നിരഞ്ജന ഇവിടുന്ന് പോവുകയാണോ എന്ന്. എന്നാൽ അല്ല ഏട്ടത്തി, ഞാൻ ഒരിക്കലും അങ്ങനെ പോകത്തില്ല. എനിക്ക് ഒന്നും വേണ്ട, അജയ് അല്ല എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, എന്നെ ഏട്ടത്തിയാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഏട്ടത്തി തന്നെയാണ്, എൻ്റെ സഹോദരി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ തിരികെ വരും എന്ന് നിരഞ്ജന ഒരു വാക്കും നൽകി. പക്ഷേ അപ്പോൾ ജാനകി നിരഞ്ജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് അപർണയല്ല, പകരം നീയാണ് എൻ്റെ സഹോദരിയായിട്ട് വരേണ്ടിയിരുന്നത് എന്നാണ്. അത്രത്തോളം നല്ലൊരു മനസ്സ് തന്നെയാണ് നിരഞ്ജനയുടേത്. നിരഞ്ജന അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അപ്പോഴെല്ലാം അപർണയുടെ മനസ്സിൽ ടെൻഷനാണ്. ഇന്ന് വരെ തൻ്റെ അച്ഛൻ ഇങ്ങനെ തല കുനിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. തല ഉയർത്തിപ്പിടിച്ച് പടനിലത്ത് വിശ്വനാഥൻ തമ്പി തന്നെയാണ് എന്ന് ധൈര്യത്തോടു കൂടി മാത്രമേ നിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ട് തല കുനിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്ന് അപർണ മനസ്സിലാക്കി. അജയാണെന്നുണ്ടെങ്കിൽ ആദ്യം കേസ് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ആയപ്പോൾ അജയ്ക്കും ഒരു വിശ്വാസക്കുറവ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കേസ് വിജയിക്കുമോ എന്നുള്ളൊരു പേടി അജയുടെ മനസ്സിലുണ്ട്.
അളകാപുരിയെ തകർക്കാനായിട്ട് ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ച ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ കുടുംബം തകർക്കാനായിട്ട് വന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപർണ ആ ഒരു കാര്യം ചിന്തിച്ചത് ശരി തന്നെയാണ്. അപർണ ആദ്യം അജയുമായിട്ടുള്ള വിവാഹം നടക്കാതെ വന്നപ്പോൾ അമലിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ അളകാപുരിയെ തകർക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ തകർന്നിരിക്കുന്നത് അളകാപുരിയല്ല, പകരം അപർണയാണ്. ഇനി കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നിന്നും തൻ്റെ അച്ഛൻ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും അപർണയ്ക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അപർണ ചിന്തിച്ചു. മാത്രമല്ല, ഒരിക്കലും ഈ കേസിൽ ജയിക്കാൻ അവർ ജാനകിയോ അവരാരും തന്നെ ഈ കേസിൽ ജയിക്കാൻ പാടില്ല. താൻ മാത്രമേ ഈ കേസിൽ ജയിക്കാൻ പാടുള്ളൂ എന്നുകൂടി അപർണ മനസ്സിലാക്കി. ഇതിനൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അമലുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ലായിരുന്നു എന്നുകൂടി ഇപ്പോൾ അപർണ ചിന്തിക്കുന്നുണ്ട്. ഇതിനൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ജാനകിയെ വകവരുത്തുക, ജാനകിയെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ ജാനകിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കേസ് ജയിക്കുമെന്ന് അപർണയ്ക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ജാനകിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനായിട്ട് അപർണ തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പശുപതിയെ വിളിക്കുകയും എന്നിട്ട് തനിക്ക് ഉടൻ തന്നെ കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാത്രമല്ല ജാനകിയെ കൊല്ലണം എന്നുള്ള രീതിയിൽ പശുപതിയോട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു കൊട്ടേഷൻ ആൾക്കാരെ ഏർപ്പെടുത്തി തരാനായിട്ടും അപർണ ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ജീവിതം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ജാനകി തിരിച്ചറിഞ്ഞിരുന്നില്ല. അഭിക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് രാധാമണിക്കൊപ്പം കൂട്ടിന് നിൽക്കുന്ന ആ പെൺകുട്ടി ജാനകിയെ വിളിച്ചത്. എന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുകയും എന്നിട്ട് രാധാമണിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയും ചെയ്തു. തൻ്റെ അമ്മ തന്നോട് സംസാരിക്കണം, തന്നെ മകളെ എന്ന് വിളിക്കണമെന്ന് ജാനകി ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ആ ഒരു സുദിനം വന്നെത്തിയിരിക്കുകയാണ്. ജാനകിയുടെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. മോളെ എന്ന് രാധാമണി ആവർത്തിച്ച് വിളിച്ചു. അത് കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ജാനകി ഈ ഒരു കാര്യം അഭിയോട് പറയുകയും ചെയ്തു. അഭിക്കും ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയി. കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നാളുകൾക്കകം തന്നെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചല്ലോ എന്നുള്ള കാര്യം ഓർത്ത് ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അഭിക്കും അതുപോലെ തന്നെ സന്തോഷമായിരുന്നു. അങ്ങനെ വീണ്ടും അമ്മ സംസാരിക്കുക, അമ്മ എന്താ മോളെ എന്ന് മാത്രമാണ് രാധാമണി വിളിച്ചുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ജാനകി കോൾ കട്ട് ചെയ്തതിന് ശേഷം ജാനകി പറയുന്നുണ്ട്, ഞാൻ ഉടൻ തന്നെ അമ്മയെ കാണാനായിട്ട് നാളെ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ജാനകി കോൾ കട്ട് ചെയ്തത്. അഭിയോട് പറയുകയാണ് നാളെ ഞാൻ അമ്മയെ കാണാൻ പോകും എന്നുള്ളത്. പക്ഷേ ജാനകിയുടെ ആ ഒരു യാത്ര ജാനകിയുടെ മരണത്തിലേക്കാണ് ജാനകിയെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപർണ കൊട്ടേഷൻ സംഘങ്ങളെ കാണുകയും ജാനകിയുടെ ഫോട്ടോ കൊടുക്കുകയും എന്നിട്ട് ജാനകിയെ കൊല്ലണം എന്ന് കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ജാനകി കാർ ഓടിച്ചു പോകുന്ന സമയത്താണ് അവർ വണ്ടി ഇടിച്ച് ജാനകിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ നിന്നും ജാനകി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUയിൽ കിടക്കുകയാണ്. ഈ ഒരു അപകടത്തിൽ നിന്നും ജാനകി രക്ഷപ്പെടുമോ അതോ ജാനകിക്ക് മരണം സംഭവിക്കുമോ? അപർണ സത്യങ്ങൾ തിരിച്ചറിയുമോ? തൻ്റെ സഹോദരിയെയാണ് താൻ കൊല്ലാൻ നോക്കിയത് എന്നുള്ള കാര്യം അപർണ തിരിച്ചറിയുമോ? അതോ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.